നമസ്കാരം. കേരള മഷറീസ് ഇന്നുള്ളത് ചേർത്തലയ്ക്ക് അടുത്ത് അർത്തിങ്കലാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സംരംഭകനെ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ ജോലിയായിട്ട് ഒരു എഞ്ചിനീയർ ആയിരുന്ന പുള്ളി, കേന്ദ്ര സർക്കാർ ജോലി ഉണ്ടായിരുന്ന പുള്ളി ജോലി രാജിവെച്ചിട്ട് തുടങ്ങിയ സംഭവമാണ്. അത് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഫുഡ് പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ് ഇവർ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഫിഷ് ബേസ്ഡ് ആയിട്ടുള്ള മിക്സറുകൾ, അത് ഫിഷ് ബേസ് ചെയ്തുള്ള മിക്സർ ഞാനിതൊരു ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അപ്പോൾ അതിവിടെ വന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഫിഷ് ബേസ് ചെയ്തിട്ടുള്ള കുക്കീസ്, അതായത് മിഠായി അല്ലെങ്കിൽ കേക്ക് പോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാതിക്കയുടെ സ്കോഷ്, ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് പുള്ളി തന്നെ കാണിക്കും. അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു സംരംഭകനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ പുള്ളി അവിടെ ചെമ്മീൻ പ്രോസസ്സ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ വെച്ചുള്ള അച്ചാറുകളും റോസ്റ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ പുള്ളി നമുക്കൊന്ന് കാണാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത്. ഇവിടെ നിൽപ്പുണ്ട് നമ്മുടെ സുജിമോൻ ചേട്ടൻ. ഇവിടെ നിൽപ്പുണ്ട്. സുജിമോൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മളിത് കാണാൻ വന്ന വ്യക്തിയാണ്. നമുക്ക് ഇവിടെ എന്തൊക്കെ തരം പ്രൊഡക്റ്റുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞു. ഇതൊരു ഫുഡ് പ്രോസസിംഗ് കമ്പനിയാണ്. ഒരു പൈലറ്റ് ഇംപ്ലിമെന്റേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ട് മത്സ്യത്തിന്റെ ഉൽപ്പന്നങ്ങളാണെങ്കിലും മത്സ്യത്തിന്റെ അല്ലാതെ മറ്റ് പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ നിർമ്മിക്കുന്നു. തീർച്ചയായിട്ടും ചില വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണിക്കുന്നത് ഇത് ഫിഷിന്റെ കുക്കീസ് ബിസ്ക്കറ്റ് ആണ്. ഓ, ഇത് ഫിഷിന്റെ കുക്കീസ് ഞാൻ നേരത്തെ പറഞ്ഞതാ. ഓ, ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ. ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഈ ഫിഷിന്റെ കുക്കീസ്, ഇതിപ്പോ ഇത്തരത്തിലൊരു സംഭവം ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്താണപ്പാ? ഈ ഫിഷ് കുക്കീസ് എന്ന് പറയുമ്പോൾ നമ്മള് കുട്ടികളൊക്കെ കുക്കീസ് ബിസ്ക്കറ്റ് കഴിക്കാൻ ഇഷ്ടമായിരിക്കും. എന്നാലും മത്സ്യം കഴിക്കാനായിട്ട് ചിലപ്പോൾ താല്പര്യമുണ്ടാവും. അപ്പൊ അവരെ കൂടെ മത്സ്യം കൊടുക്കാനും മത്സ്യത്തിന്റെ ഗുണം, അതിന്റെ ഒരു രുചിയോ മണമോ അറിയാതെ തന്നെ ആ മത്സ്യത്തിന്റെ ഉള്ളിലുള്ള പ്രോട്ടീനൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കഴിക്കുമ്പോൾ ആരുടെ ഉള്ളിലേക്കും ആ മത്സ്യത്തിന്റെ ഗുണം ചെല്ലാൻ പറ്റുന്ന ഒരു എളുപ്പവഴിയാണ് ഈ കുക്കീസ്. വളരെ ക്വാളിറ്റി ആയി നല്ല ബട്ടറൊക്കെ ചേർത്ത് ചെയ്തിരിക്കുന്ന ഒരു കുക്കീസ് ബിസ്ക്കറ്റ് ആണ് ഫിഷ് കുക്കീസ്. ഇത് പലപ്പോഴും ഫിഷ് ഉണ്ടാവുന്ന പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർക്കും മനസ്സിലാവത്തില്ല. വളരെ ടേസ്റ്റ് സെൻസിറ്റീവ് ആൾക്ക് മാത്രമേ കുറച്ചെങ്കിലും ഫിഷ് ഉള്ളത് തിരിച്ചറിയാൻ പറ്റും. അല്ലാത്തവർക്ക് അത് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. അത്ര നല്ല രീതിയിൽ കഴിക്കാനും പറ്റും അല്ലേ? ഈ ഫിഷ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിനകത്ത് ചേർത്തിരിക്കുന്നു. ഓക്കെ. ഇത് നമ്മളുടെ ഫിഷിന്റെ പപ്പടമാണ്. ഫിഷ് ക്രാക്കേഴ്സ് എന്ന് പറയും. ഇതിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഇത് ഗ്ലൂട്ടൻ ഫ്രീ പ്രൊഡക്റ്റ് ആണ്. ഓ, ഗ്ലൂട്ടൻ ഫ്രീ ആണല്ലേ? ഫ്രീ ആണ്. ഇതിനകത്ത് മില്ലറ്റ് ചേർത്തിട്ടുണ്ട്. ഇത് കോൺഫ്ലോറിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് മത്സ്യം വേവിച്ച് അരച്ച് ചേർത്തിരിക്കുകയാണ്. ആഡ് ചെയ്തിട്ടുണ്ടല്ലേ ഇതിലും? അപ്പൊ ഇത് കഴിക്കുമ്പോൾ വളരെ രുചികരമാണെന്ന് മാത്രമല്ല, അത് ഒരു ഗുണമുള്ളൊരു പ്രൊഡക്റ്റ് കൂടെയാണ്. അതായത് നമുക്ക് ഈ കുട്ടികൾക്ക് ലേസും മറ്റും മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. ഏകദേശം 6 മാസത്തെ ലൈഫ് ഈ പ്രൊഡക്റ്റിനുണ്ട് അല്ലേ? ഇതിന്റെ ഷെൽഫ് ലൈഫ് ഇത് വറുക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 മാസം സൂക്ഷിക്കാനും പറ്റും. 2-3 ഒക്കെ എടുത്ത് വറുത്ത് കുട്ടികൾക്ക് കൊടുത്താൽ മതി. കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്കും കഴിക്കാം. ഒരു സംഭവമാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ നേരത്തെ ഇപ്പൊ സാറ് നമ്മൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരനായിരുന്നു പറഞ്ഞു. അപ്പൊ അത് വിടാനുള്ളൊരു കാരണം എന്താണ്? ഞാനൊരു 15 വർഷക്കാലത്തോളം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനത്തിലായിരുന്നു, എഞ്ചിനീയർ ആയിരുന്നു. പക്ഷെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഭക്ഷണം എല്ലാവരുടെയും അവകാശമായതുകൊണ്ട് അത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഭക്ഷണം നമ്മുടെ നാട്ടിലുള്ളവർക്കും മറ്റു സ്ഥലങ്ങളിലുള്ളവർക്കും ഒക്കെ കൊടുക്കണമെന്ന ഒരു ആഗ്രഹം. അത് പ്രത്യേകിച്ച് മത്സ്യത്തിന്റെ ആവുമ്പോഴേക്കും അതിന് കുറച്ചുകൂടി മൂല്യം കൂടും. എനിക്ക് നല്ല മത്സ്യം കിട്ടാനുള്ള സാധ്യതയുള്ള ആളാണ്. നല്ല മത്സ്യം കടൽത്തീരത്ത് സൈഡ് ആയതുകൊണ്ട് തന്നെ കടലുമായിട്ട് വളരെ കാലമായിട്ട് നമ്മുടെ നാടുമൊക്കെ കടലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് മത്സ്യത്തെ പറ്റി കൂടുതൽ ധാരണയുണ്ട്. അപ്പം നല്ല മത്സ്യം കൊണ്ടുവരുന്ന ചെറുവള്ളങ്ങളിലുള്ള മനുഷ്യരിൽ നിന്ന് നേരിട്ട് ലേലം വിളിച്ച് മത്സ്യം എടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മളെല്ലാ പ്രോസസ്സിംഗ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ കൊടുക്കുമ്പോൾ ഒന്ന് ആ പ്രൊഡക്റ്റിന്റെ ഒരു ക്വാളിറ്റി കൂടാതെ അതിന് വ്യത്യസ്തമായ രുചി ഭാവങ്ങളിലേക്ക് നമുക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ പപ്പടവും ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഫിഷ് ബേസ്ഡ് മിക്സർ എന്ന് പറയുന്നത്. ഇത് മീൻ കൊണ്ടുണ്ടാക്കിയ മിക്സറാണ്. ഇതും വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, വളരെ ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കാണ്. ഇതിനകത്ത് നമ്മൾ മത്സ്യം അരച്ച് ചേർത്തിരിക്കുകയാണ്. കാണുമ്പോൾ സാധാരണ മിക്സർ പോലെ തന്നെയാണ്. അങ്ങനെ സ്മെല്ലിലോ അങ്ങനെ വ്യത്യാസം ഒന്നുമില്ല. വളരെ രുചികരമാണ്. അത് കഴിക്കുന്നവർക്കും കഴിക്കുന്നവർക്ക് ടേസ്റ്റ് മാത്രമല്ല അതിന്റെ ഗുണവും കൂടെ അവർക്ക് കിട്ടും. നമ്മൾ സാധാരണ കടലമാവ് കഴിക്കുന്ന പോലെ അല്ല, ഇതിനകത്ത് ഒരുപാട് പ്രോട്ടീൻസ് നമുക്ക് കിട്ടും അല്ലേ? ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് അച്ചാറാണെങ്കിൽ നമുക്ക് മീനച്ചാറുണ്ട്, ചെമ്മീനച്ചാറുണ്ട്. ഈ അച്ചാറുകളാണെങ്കിലും ഈ മിക്സർ ആണെങ്കിലും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രൗണ്ട് ഓയിലാണ്. ആ ഗ്രൗണ്ട് ഓയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ വില കൂടാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിന് മറ്റ് നാച്ചുറൽ അല്ലാത്ത
നമ്മൾ മറ്റൊരു പ്രിസർവേഷൻ മെത്തേഡ്സ് നമുക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇല്ലില്ല. വളരെ ക്വാളിറ്റിയോടെ ദീർഘകാലത്തേക്ക് നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടാനുള്ള അപ്പൊ ഇത് ചെമ്മീന്റെ അച്ചാറാണ്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ചമ്മന്തിപ്പൊടി. ഇത് ഉണക്ക ചെമ്മീനോട് ഉണ്ടാക്കിയ ചമ്മന്തിപ്പൊടിയാണ്. ഇതിന് മറ്റൊരു പ്രത്യേകതകളുണ്ട്. ഇത് വാക്വം സീൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ വാക്വം സീൽ ചെയ്തിട്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഇതിന് ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും. അത് പാക്ക് ചെയ്ത് അതേ ക്വാളിറ്റിയോടെ അതേ ടേസ്റ്റോടെ നമുക്ക് കുറെ നാള് വെച്ചതിന് ശേഷമാണെങ്കിൽ പോലും ഇത് നമുക്ക് പൊട്ടിച്ച് കഴിക്കാൻ പറ്റും. ദൂരേക്ക് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് കൊണ്ടുപോകാം, സിമ്പിൾ ആയിട്ട് കൊണ്ടുപോയി കഴിക്കുകയും ചെയ്യാം. അത് കേടാവോ എന്നുള്ള പേടിക്കേണ്ട ആവശ്യമില്ല. യാതൊരുവിധ കെമിക്കൽസും ഒന്നും ചേർത്തില്ല. ഇത് നമ്മളിവിടെ തയ്യാറാക്കിയ പ്രോൺസ് ആണ്, ചെമ്മീനാണ്, ഉണക്ക ചെമ്മീനാണ്. ഇത് ഒരു അഡ്വാൻസ് ഡീഹൈഡ്രേറ്റ് ചെയ്തതാണ്. ആ ഡീഹൈഡ്രേറ്റർ പ്രത്യേകത കൊണ്ട് തന്നെ ഇതിന് ഒരു ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും വളരെ ക്വാളിറ്റി ഹൈയസ്റ്റ് ക്വാളിറ്റിയുള്ള ഒരു പ്രോൺസ് ആക്കി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്കാണ് ഞങ്ങൾ ചെയ്തത്. ഇവിടെ ചെയ്യുന്ന എല്ലാ എക്സ്പോർട്ട് ലെവലിലേക്കുള്ള രീതിയിലുള്ളതാണ് ചെയ്തിരിക്കുന്നത്. ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇവിടുത്തെ എല്ലാ പ്രിപ്പറേഷനും നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ ലൈസൻസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും പിന്നീട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇപ്പോൾ തന്നെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലേ? ക്വാളിറ്റിയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇത് ഇതേ ഡ്രൈ ചെയ്ത ചെമ്മീനുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് പ്രോൺസ് റോസ്റ്റ് ആണ്, ഡ്രൈഡ് പ്രോൺസിന്റെ റോസ്റ്റ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഉണക്ക ചെമ്മീൻ മാത്രമല്ല, അതിനകത്ത് ഇഞ്ചിയും ചെറിയുള്ളിയും കറിവേപ്പിലും എല്ലാം കൂടെ ചേർത്ത് നല്ല റെസിപ്പിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നല്ലൊരു ഫുഡ് പ്രൊഡക്റ്റ് ആണ്. റെഡി ടു ഈറ്റ് ആണ്. വളരെ കുറച്ച് മതിയാവും നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്, അത്ര ടേസ്റ്റുമാണ്. അങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ് പ്രോൺസ്. ഇതും നമ്മൾ വാക്വം സീലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് അതിന്റെ വാക്വം സീലിംഗ് മെഷീൻ ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ വാക്വം സീലിംഗ് മെഷീന്റെ സഹായത്തോടെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അല്ലേ? ഇത് കൂടാതെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ മീൻകറി. ഈ മീൻകറിയുടെ പ്രത്യേകത ഇത് നമ്മുടെ വീടുകളിലൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോലെ വെച്ചിരിക്കുന്ന ഒരു മീൻകറിയാണ്. ഈ മീൻകറി 1.5 വർഷത്തോളം നമ്മുടെ റൂം ടെമ്പറേച്ചർ തന്നെ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് പൊട്ടിക്കാത്തടത്തോളം കാലം ഇത് കേടാവില്ല. 1.5 വർഷം റിട്ടോട്ടിംഗ് ടെക്നോളജിയിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മീൻകറി. അത് നമ്മുടെ ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരാണെങ്കിലും വിദേശത്തേക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതി. ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടെക്നോളജി ഇതിനകത്തൊക്കെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ചെമ്മീൻ ഉണക്കുന്നത് നമ്മൾ ഡീഹൈഡ്രേറ്ററിലാണ്. സാധാരണ എല്ലാവരും ഇത് ചെമ്മീൻ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പുറത്തിട്ട് ഉണക്കുന്ന രീതിയിലല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് അതിനൊരു വ്യത്യസ്തത കണ്ടു. പിന്നെ അതുമല്ല, ഇത് ഏതായാലും മെഷീൻ, ഇതിന്റെ പേരെന്താണ്? ഇത് ഡീഹൈഡ്രേറ്റർ ആണ്, സാധാരണ ഡ്രയർ അല്ല. ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ടെമ്പറേച്ചർ മാത്രമല്ല മോയ്സ്ചർ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോ പ്രത്യേക ഡ്രൈഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ എത്രമാത്രം മോയ്സ്ചർ വേണമെന്നുള്ള ചില ലീഗൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ഡ്രൈഡ് പ്രൊഡക്റ്റ്, അത് ഡ്രൈഡ് ഫ്രൂട്ട് ആണെങ്കിലും ഡ്രൈഡ് ഫിഷ് ആണെങ്കിലും ഡ്രൈഡ് പ്രോൺസ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ അതിനകത്ത് പ്രോൺസ് ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 70% ഡ്രൈഡ് ആയിട്ടുള്ള ഒരു പ്രോൺസ് ആണ്. ഇതൊരു ഹയർ കപ്പാസിറ്റി ഉള്ള ഒരു ഡീഹൈഡ്രേറ്റർ ആണ്. കുറച്ചുകൂടി ആധുനികമായ സാങ്കേതിക വിദ്യയോടെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഡീഹൈഡ്രേറ്റർ ആണ്. അപ്പൊ ഇതാണല്ലേ കമ്പനിയുടെ, ഇത് ആലപ്പുഴയുള്ള ഒരു നല്ലൊരു മാനുഫാക്ചറാണ്. ഓക്കെ. അവിടെ പല മെഷീൻസുകളും ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക മെഷീൻസ് ഇവരുടെ തോന്നുന്നില്ല. 3 സ്റ്റാർ അല്ലേ? 3 സ്റ്റാർ അഗ്രോ മെഷീനറീസ്. നല്ല ക്വാളിറ്റിയുള്ള മെഷീനുകളാണ്. ഓക്കെ. ഞങ്ങളുടെ മെഷീനുകളൊക്കെ പരിചയപ്പെടുത്താൻ. ഇത് നമുക്ക് വെജിറ്റബിൾസും മറ്റു കാര്യങ്ങളും. അല്ല, എനിക്ക് ഇതിനകത്ത് ചോദിക്കേണ്ട ഒരു കാര്യം, ജാതിക്ക കൊണ്ടുള്ള ഒരു മിഠായി ഉണ്ടെന്നാണ്. നമ്മള് ജാതിക്കയുടെ എല്ലാരും വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു സാധനമാണ് ജാതിക്കയുടെ തോട് എന്ന് പറയുന്നത്. ആ ജാതിക്കയുടെ തോടിൽ നിന്ന് നമ്മൾ തയ്യാറാക്കുന്ന വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഹെൽത്തി ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ആണിത്. ജാതിക്കയുടെ ക്യാൻഡിയാണല്ലേ? ഡ്രൈഡ് ഫ്രൂട്ട് ക്യാൻഡിയാണ്. ഈ ക്യാൻഡി നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ 2 കഷ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറിനൊരു സുഖമാണ്. പിന്നെ ഒത്തിരിയേറെ പ്രത്യേകത ഉണ്ട്. അതായത് ഈ ജാതിക്കായി കൊച്ചുകുട്ടികൾക്കൊക്കെ വയറുവേദന ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ കടിച്ചു കഴിക്കാറുണ്ടായിരുന്നു. ഇതിന് ഈ ജാതിക്ക ക്യാൻഡിക്ക് ചില പ്രത്യേകതകളുണ്ടെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ദഹനത്തെ നന്നാക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും. നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുകയും നമ്മുടെ മൂഡ് സ്വിങ്ങുകളൊക്കെ മാറ്റും. അതുപോലെ ഒരു മൗത്ത് ഫ്രഷനർ, ഒത്തിരിയേറെ ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ജാതിക്ക. അപ്പൊ നമ്മളിത് ചെയ്യുന്നത് തന്നെ ആളുകൾക്ക് ആവശ്യമില്ലാതെ അതിന്റെ തോടിൽ നിന്നാണ് നമ്മൾ ഈ ജാതിക്കയുടെ മിഠായി ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് ജാതിക്കയുടെ സ്ക്വാഷ്. ഞാനിവിടെ വന്നപ്പോ എനിക്കിത് കുടിക്കാൻ തന്നു കേട്ടോ, വളരെ നന്നായിരുന്നു. അതല്ലേ, നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഈ ജാതിക്കയുടെ സ്ക്വാഷിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് യാതൊരുവിധ
ആർട്ടിഫിഷ്യൽ ഫ്ലേവറോ കളറോ ഒന്നും ചേർക്കാതെ തന്നെ മിക്കപ്പോഴും നമുക്ക് കിട്ടുന്ന ഡ്രിങ്ക്സുകളൊക്കെ ഒത്തിരി ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും കളേഴ്സൊക്കെ ഉണ്ടാവും. അതൊന്നുമില്ല. ഈ ജാതിക്കയുടെ ഈ ഒരു സ്ക്വാഷിൽ നിന്ന് നമുക്ക് വെറും 20 ml ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചാൽ നമുക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ടത്, ഓൾറെഡി ഷുഗർ ആഡഡ് ആണ്. അത് നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു നല്ലൊരു ജ്യൂസ് ആക്കി കുടിക്കാൻ പറ്റിയ സ്ക്വാഷാണ്. ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണെന്ന് വേണേൽ പറയാം. അതൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. പ്രത്യേകിച്ച് തണുത്ത വെള്ളത്തിൽ വേണം കുടിക്കാൻ. ഇത് കുടിച്ച് നമുക്കൊരു ഉന്മേഷം. അപ്പൊ ഇത് ഇവിടെ വേറെ ജാതിക്കയുടെ തന്നെ ഒരു ബോട്ടിൽ വരുന്നുണ്ടെന്ന് പറയുന്നില്ല, അത് അടുത്ത് തന്നെ റെഡി ടു ഡ്രിങ്ക് ആയിട്ട് സ്ക്വാഷ് ആണെങ്കിൽ മറ്റേത് റെഡി ടു ഡ്രിങ്ക് ആയിട്ട് ഒരു ജ്യൂസാണ്. അത് നമുക്ക് തണുപ്പിച്ച് വെച്ചിട്ട് നമുക്ക് നേരിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. ഇത് മാർക്കറ്റിൽ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നുള്ളൂ, ലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അല്ലേ? അതും കൊള്ളാം കേട്ടോ. പിന്നെ അത്തരത്തിൽ ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനോട് ഇതിന്റെ മെഷീനോടെ പരിചയപ്പെടാം. അതെ, ഇത് നമ്മളെ വാക്യൂം സീലിംഗ് മെഷീനാണ്. ഈ മെഷീൻ, ഈ പാക്കറ്റുകളെല്ലാം സീൽ ചെയ്യുന്നത് ഈ വാക്യൂം പാക്ക് സീൽ ചെയ്യുന്ന മെഷീൻ വെച്ചാണ്. നമുക്ക് വാക്യൂം ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ ഈ വാക്യൂം സീലിംഗ് മെഷീനിലാണ് സീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ട്രേ സീലിംഗ് മെഷീനാണ്. നമ്മളിപ്പോ മത്സ്യമൊക്കെ മസാല പുരട്ടി കൊടുക്കുന്നു, അതല്ലെങ്കിൽ മത്സ്യത്തിന്റെ സമൂസ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. മത്സ്യത്തിന്റെ ഫിംഗർ, ലോലിപോപ്പ്, കട്ട്ലറ്റ്, ഇതെല്ലാം റെഡി ടു ഫ്രൈ ആയിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഫ്രോസൺ ആക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത്. അപ്പൊ ആ പ്രൊഡക്റ്റുകളൊക്കെ ട്രേയിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അങ്ങനെ പാക്ക് ചെയ്യുന്ന ഒരു ട്രേ സീലിംഗ് മെഷീൻ. അതുപോലെ തന്നെ ഇത് നമ്മളുടെ വെളുത്തുള്ളി, പ്രത്യേകിച്ച് അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം നഷ്ടപ്പെടുന്നത് വെളുത്തുള്ളി പൊളിക്കാനാണ്. നമുക്ക് വളരെ സുഖകരമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ വെളുത്തുള്ളിയുടെ തൊലി പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ. വളരെ സിമ്പിൾ ആയിട്ട് പൊളിക്കാം. അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾ സ്ലൈസ് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിലൊക്കെ സ്ലൈസ് ചെയ്യാൻ പറ്റുന്ന സ്ലൈസറും ചോപ്പർ ആയിട്ടൊരു. അപ്പൊ അതിന്റെ മേളിൽ എന്തായിരിക്കുന്നത്? ഞാൻ സാധാരണ കണ്ടിരിക്കുന്ന വെജിറ്റബിൾ കട്ടർ, ഇത് നമ്മള് ജാതിക്കയ്ക്ക് വേണ്ടി നമ്മളുടെ 3 സ്റ്റാറിന്റെ മെഷീനാണ്. അവർ ചെയ്തു തന്നൊരു മോഡിഫിക്കേഷൻ ആണ്. ജാതിക്കായ വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസിലും ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള. അപ്പം ജാതിക്ക എവിടെ ഇടും? ഇതിലിടുവോ? നമ്മള് ഇതിനകത്തേക്ക് ജാതിക്കയുടെ പൗഡർ ലോഡ് ചെയ്തിട്ട് ഇത് വെച്ച് പ്രസ് ചെയ്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. അല്ല, ഇതിനകത്താണോ ലോഡ് ചെയ്യുന്നത്? ഇതിനകത്ത് ലോഡ് ചെയ്തിട്ട് ഇതിനിട്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അതായിരിക്കും ജാതിക്ക മിഠായി അങ്ങനെ നൈസ് ആയിട്ടിരിക്കുന്നത് അല്ലേ? സ്ലൈസ് ആയിട്ട് കിട്ടും. ജാതിക്ക മിഠായിയുടെ വളരെ നന്നായ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഞാൻ ആ ഷേപ്പ് കാണിച്ചു. ഏകദേശം ഈ ഇത്തരത്തിലുള്ള ഷേപ്പില് നമുക്ക് കിട്ടും. അത് എന്താ പറയാ, നമ്മുടെ ഡോണറ്റിന്റെ ഒക്കെ ഒരു ഷേപ്പിലുള്ള ഒരു ക്യാൻഡി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അല്ലെ? അത് ടേസ്റ്റീവാണ്, വളരെ ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. മാത്രമല്ല അതിനൊരു ഷേപ്പ് കൂടെ അതൊരു അട്രാക്റ്റീവ് ആണ്. ആൾക്കാർക്ക് കൂടുതലും ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാനാണ് ഇപ്പോഴത്തെ താല്പര്യം. കാര്യം എന്ന് പറഞ്ഞാല് വിഷരഹിതമായ ഭക്ഷണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ എല്ലാ വീട്ടുകാരും. നമ്മള് കേരളീയർ പൊതുവെ ഒരു ഹെൽത്തി കോൺഷ്യസ് ആയ ആൾക്കാർ. അപ്പം ജെന്യുവൻ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വില കുറഞ്ഞ ഭക്ഷണത്തോട് കൂടുതൽ കുറച്ചൊക്കെ ആൾക്കാർക്ക് താല്പര്യം. അപ്പം അതിനൊരു മാറ്റം കുറെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ കൊടുത്താല് വില ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം എനിക്കൊരു സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട്. എന്റെ പ്രൊഡക്റ്റുകൾ മാത്രം കൊടുക്കുന്ന ഒരു ഷോപ്പ് എനിക്ക് പത്തനംതിട്ടയിലാണല്ലോ ഉള്ളത്. ഈ മീനൊക്കെ അവിടെ കൂടുതൽ പ്രൊഡക്റ്റുകളും അവിടെ ഞാൻ കൊടുക്കുന്നത്. അവിടെ ഫ്രോസൺ പ്രൊഡക്റ്റ് ഉണ്ട്, ഡ്രൈഡ് ഫിഷ്, ഡ്രൈഡ് പ്രോൺസ്, അങ്ങനത്തെ പ്രൊഡക്റ്റുകളുണ്ട്. മീനിന്റെ മിക്സർ, മീനിന്റെ പപ്പടം, അതുപോലെ തന്നെ മീനിന്റെ ബിസ്ക്കറ്റ്, ഇതെല്ലാം എന്റെ ഷോപ്പുകൾ ഞാൻ വിൽക്കുന്നുണ്ട്. അപ്പം അവിടെ നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ പ്രത്യേകത ഈ ഇത്രയും കഷ്ടപ്പെട്ട് ക്വാളിറ്റിയിൽ ചെയ്യുമ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു വില ഉറപ്പായി തന്നെ ഉണ്ടോ, അത് തരാൻ തയ്യാറായ ഒരു കസ്റ്റമർ ബേസ് എനിക്കുണ്ട്. അവിടെ നമുക്കുണ്ട്. അപ്പം ഇതിനെ ഇനി ഓൺലൈനിലേക്ക് നമ്മൾ ഫുഡ് പ്രോഡക്റ്റ് മാത്രമല്ല, ഇതിനകത്ത് കുറെ വെറൈറ്റി സാധനം വേറെയും ഉണ്ട് അല്ലേ? എന്തൊക്കെയാ നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മള് നോൺ ഫുഡ് ഐറ്റംസ് ആയിട്ട് ഡെയിലി എസെൻഷ്യൽസ് കുറച്ച് സാധനങ്ങളിലൂടെ തയ്യാറാക്കുന്നത്. അതിലൊന്ന് ഡിഷ് വാഷ് ആണ്. സാധാരണ ഈ വിമ്മ് പോലെയുള്ള ഡിഷ് വാഷുകൾ ഉപയോഗിച്ചിട്ട് കൈക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആളുകൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടില്ലാത്ത അന്ന് നല്ല ക്വാളിറ്റിയുള്ള ഡിഷ് വാഷുകൾ. ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. ഈ ഡിഷ് വാഷിന്റെ ഒരു പ്രത്യേകത നമ്മള് വിമ്മ് പോലെയുള്ള ഡിഷ് വാഷിംഗ് സൊല്യൂഷനേക്കാളും കട്ടിയും കൂടുതലാണ്. കൈക്ക് എന്നാലും മറ്റു പ്രശ്നങ്ങളൊന്നും ഒത്തിരി ഉപഭോക്താക്കളുണ്ട്. അവരുടെ ഒരു പ്രത്യേകത, അവര് ഇത് തീർന്നാൽ നമുക്ക് ഭയങ്കരമായ ആവശ്യമാണ് ഉന്നയിക്കുന്നത്. നമ്മളുടെ മാർക്കറ്റ് അങ്ങനെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടാത്തതുകൊണ്ട് നമ്മൾ വയ പോസ്റ്റും അതുപോലെ മറ്റ് എക്സിബിഷനിലും പിന്നെ ചില സ്ഥലങ്ങളിൽ പ്രത്യേക സെയിൽസ് ഒക്കെ നടക്കുമ്പോഴാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫ്ലോർ ക്ലീനറാണ്. ഈ ഫ്ലോർ ക്ലീനർ നമ്മുടെ
ഹൈ ക്വാളിറ്റിയുള്ള സോപ്പിന് അതേ ക്വാളിറ്റിയുള്ള നമുക്ക് നമ്മുടെ സ്വന്തം റെസിപ്പി തയ്യാറാക്കിയ സോപ്പ് ക്ലീനറാണ്. ഇത് ഹാൻഡ് വാഷ് ആണ്. ഇത് പല ഫ്ലേവറുണ്ട്. മഞ്ഞളുണ്ട്, ബ്രൂട്ടുണ്ട്, റോസ് ഉണ്ട്, പലതരം ഫ്ലേവറുകളിൽ നമ്മൾ ഹാൻഡ് വാഷ് ഉണ്ടാക്കി. ഏറ്റവും സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് വെളിച്ചെണ്ണയുടെ സോപ്പാണ്. ഇത് കറ്റാർവാഴയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സോപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പ്യുവർ വെളിച്ചെണ്ണയിൽ ചെയ്തിരിക്കുന്നത് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ കറ്റാർവാഴ അരച്ച് ചേർത്തിട്ടുണ്ട്. കറ്റാർവാഴ അരച്ച് ചേർത്ത സോപ്പ് കൂടാതെ കുക്കുംബർ, വെള്ളരിക്ക അരച്ച് ചേർത്ത സോപ്പുണ്ട്. അതുപോലെ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന സോപ്പ്, ഒരുപാട് സംഭവങ്ങൾ ചേർത്തിട്ടുണ്ടല്ലോ. ചാർക്കോളിന്റെ സോപ്പ്, ആക്ടിവിലും ചാർക്കോളിന്റെ സോപ്പ്, അങ്ങനെ പല വെറൈറ്റി സോപ്പുകളുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള വെളിച്ചെണ്ണയുടെ സോപ്പുണ്ട്. സോറിയാസിസ് ഉള്ളവർ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഈ ഒരു സോപ്പ് ഉപയോഗിക്കാൻ പറ്റും, ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മറ്റൊരു കെമിക്കൽസും ഇതിനകത്തില്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഈ സോപ്പ്. ഓക്കെ. അപ്പൊ ഒരുപാട് വെറൈറ്റി പ്രോഡക്റ്റുകൾ ഇനിയും ഉണ്ട്, വരാനിരിക്കുന്നു എന്ന് വേണം ഇതിനകത്ത് നിന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ. ഒരു ബ്രാൻഡിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഫുഡ് പ്രോഡക്റ്റ് എല്ലാം അത് ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടുമല്ലോ. നമ്മുടെ വെബ്സൈറ്റിലൂടെയും അതുപോലെ തന്നെ ആമസോൺ പോലെയുള്ള ഇ കോമേഴ്സ് മാർക്കറ്റിലും നമ്മുടെ പ്രൊഡക്റ്റുകൾ. ഓക്കെ. ഒരു വ്യത്യസ്തനായിട്ടുള്ള സംരംഭകൻ. അപ്പോൾ നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ.